ഇപ്പോൾ ഡോക്ടർ ജോ ജോസഫിനെതിരായിട്ട് അശ്ലീല പ്രചരണം ആദ്യം തുടങ്ങിയത് വടകരയ്ക്ക് മുമ്പ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള മേഖലയിലുണ്ടായത്. ഓരോ സംഭവങ്ങളെയും വളരെ വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്. കുറേ ദിവസക്കാലമായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് മുഴുവൻ ആളുടെയും മനസ്സിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വിശദീകരിക്കണം എന്ന് ഉദ്ദേശിച്ചു. ഏതൊക്കെയായിരുന്നു എന്നുള്ളത് പറയണം ആദ്യം. അത് പറ. പോലീസ് എന്തെല്ലാം റിപ്പോർട്ട് ഉണ്ടാകുന്നു? പോലീസിൻ്റെ റിപ്പോർട്ട് നോക്കിയില്ല നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഒരു പത്രം അതിൻ്റെ സൈഡ് ഹെഡിങ്ങിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തത്. എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാവട്ടെ, പുറത്തു വരട്ടെ. ഞങ്ങൾക്കാർക്ക് എതിരുള്ളത് 25-ാം തീയതി ഉച്ചക്ക് ഇമ്മാതിരി ഒരു പോസ്റ്റ് ഇട്ട് ഗുണഭോക്കാവേണ്ട വല്ല കാര്യവും CPM നുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടോ? ഇല്ല എന്ന് വളരെ വ്യക്തമല്ലേ. ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇമ്മാതിരി ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. അതിന് ഗുണഭോക്താക്കൾ ഞങ്ങളല്ലതാനും. പോലീസ് റിപ്പോർട്ടൊന്നും ഞങ്ങൾ ഇപ്പോൾ അത് വന്നില്ല. പോലീസ് റിപ്പോർട്ട് വന്നില്ല. ഷെയർ ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒറിജിനലല്ലോ കാണുന്നത്. പറഞ്ഞോ. അല്ല, അയാൾ ഇടപക്ഷമാണല്ലോ. അയാളാണല്ലോ ഇട്ടത്. അല്ലല്ലോ, അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പേര് പറയാൻ കഴിയും. പറയട്ടെ, പറഞ്ഞോട്ടെ, അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്കെന്താ കുഴപ്പം? CPIMൻ്റെ ഏതെങ്കിലും ഒരു അംഗത്തിനോ ഏതെങ്കിലും ഒരു മെമ്പർക്കോ ഒരു അനുഭവിക്കോ ഉണ്ടെന്നുള്ളതല്ല. CPM ഇതിൻ്റെ ഒരാവശ്യവുമില്ല. അവിടെ പാർട്ടി എന്ന രീതിയിൽ ഇമ്മാതിരിയുള്ള നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊട്ട് ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ മുമ്പേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ നിയോജക മണ്ഡലത്തിൽ ആദ്യം മുതൽ ഒരു മാസത്തിലധികമായി സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകളെ തെറ്റായ പ്രവണതകളുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് പേരെന്നെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വക്താക്കളെ. അതെല്ലാം വിട്ട് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ ഒരു മൊഴിയിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്തേണ്ട എന്ത് കാര്യമായിട്ടുള്ളത്? അല്ല, സ്ഥിരമായിട്ടുള്ള നിലപാടാണ്. CPM വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം CPMൻ്റെതാണ്. നിങ്ങൾ ആ ഒഫിഷ്യല് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPIMൻ്റെതല്ലാത്ത നിരവധി CPMൻ്റെ പേരുപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അത് ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് പലതും. അതിലൊന്നാണ് പോരാളി ഷാജി. ഇപ്പം നിങ്ങളിതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എൻകൗണ്ടർ കമ്മ്യൂണിസ്റ്റ്. എന്ത് കമ്മ്യൂണിസ്റ്റ് എൻകൗണ്ടർ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പേരുകളിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായിട്ട് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള ബന്ധമുള്ളതല്ല. ഓരോരുത്തർ ഓരോ രീതിയിൽ കൈകാര്യം ചെയ്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിരവധിയായ കാര്യം നമുക്കെതിരായി. ചിലപ്പോഴൊക്കെ ചിലത് നമുക്ക് അനുഭവമായി. അത്രയേ കണ്ടാൽ മതി ഇതിനെ.